ആ താനോ? എന്താ കാര്യം? ഞാൻ ആ വീട് വഴി തീരുമാനിച്ചു. അതിനിപ്പോൾ ഇവിടെ വരേണ്ട കാര്യം എന്താ? മാറിക്കൊള്ളണം. ഞാനിവിടെ ഒരു 5-6 ദിവസമേ താമസിച്ചുള്ളൂ. അപ്പോൾ ബാക്കി വാടകയുടെ കാര്യങ്ങളൊന്നും. ഓ, അതിലൊന്നും ബാക്കി ഉണ്ടാകത്തില്ലെന്നേ. അതൊക്കെ ആദ്യമേ പറഞ്ഞാണല്ലോ. ബാക്കി ഉണ്ടാകത്തില്ലെന്നോ? ഒരാഴ്ച താമസിച്ചിട്ട് 6 മാസത്തെ വാടകയോ? ഇതെവിടുത്തെ ന്യായം? ഓ, എന്നാ നീ നോക്ക് വാങ്ങാൻ പറ്റുമോ എന്നോട്ടോ. ബാക്കി കഴിക്കാൻ പറഞ്ഞു. സാറേ, ചോദിച്ചിട്ട് കാര്യമില്ല. പരമനാറിയ നയാ പൈസ കിട്ടില്ല. സാറാ വീട്ടിൽ നിൽക്കണ്ട. കാശ് പോണോ നോക്കണ്ട. വേഗം അവിടുന്ന് മാറിക്കോ. ആ വീടിരിക്കുന്ന സ്ഥലത്തിന് ഒരു പ്രശ്നമുണ്ട്. അന്നവിടെ വീട് വെഞ്ചരിക്കാൻ വന്ന അച്ഛൻ ഒരു കാഴ്ച കണ്ടു. ആ വീട് പണിയുന്നതിന് മുമ്പ് അതൊരു ഷോപ്പറിലായിരുന്നു. ഷൈനത്താന്റെ കൈക്ക് പൊള്ളലേറ്റു. അമീർക്ക് ആശുപത്രി കൊണ്ടുപോയേക്കുവാ. ഉമ്മച്ചയും പോയി. പിള്ളേരോ? ഭയങ്കര കരച്ചിലായിരുന്നു. ഒരു തരത്തിൽ ഉറക്കിയത്. കൊച്ച് Once you are my guest, you will always be. പേടിക്കാനൊന്നുമില്ല. 2 മണിക്കൂർ ഒബ്സർവേഷൻ കഴിഞ്ഞ് റൂമിലേക്ക് മാറ്റുന്ന ഡോക്ടർ പറഞ്ഞേ. ശരി. കുറച്ച് കഴിഞ്ഞ് റൂമിലേക്ക് മാറ്റാന്നാ പറഞ്ഞത്. എന്തായാലും 4-5 ദിവസം ഇവിടെ നിൽക്കേണ്ടി വരും. ഈ കൂടുതൽ ആളുകൾക്ക് എന്തെങ്കിലും പറ്റുമ്പോഴാവൂല്ലേ നമ്മൾ കൂടുതൽ വിഷമിക്കുന്നത്. ഞാൻ തിരിച്ചാ വീട്ടിലേക്ക് തന്നെ പോകുക. നീ എന്ത് പ്രാന്താറായി പറയണത്? എന്നിട്ട് അവിടെ കിടന്ന് ചാവാനോ? നിന്റെ വീട്ടിലേക്ക് വന്ന ഇനി ഇതിന്നൊരു ഒളിച്ചോട്ടമില്ല. എന്തുവന്നാലും ഫേസ് ചെയ്തേ പറ്റൂ. അല്ലെങ്കിൽ പിന്നെ എൻ്റെ അപ്പനും അമ്മയും ചെയ്ത പോലെ ചാവണം. അത് ഞാൻ ചെയ്യില്ല. ഞങ്ങളിതുവരെ ഒന്നും ജീവിച്ചു തുടങ്ങിയിട്ടില്ല. അവിടെ ചെന്നിട്ട് ഇന്ന് രാത്രി വരെ സമയമുണ്ട്.
ഫ്രെഡി ആരാന്ന് കണ്ടുപിടിക്കാൻ. എൻ്റെ അറിവിൽ ഒരു 80 ഈ സ്ഥലം കടൽ കയറിപ്പോയതാ. ഒരു 8-10 കുടുംബക്കാർ എല്ലാം ഉപേക്ഷിച്ച് കടൽ കയറിപ്പോ എവിടേക്കോ പോയി. പിന്നെ കുറേ കാലം ഈ സ്ഥലം വെറുതെ എങ്ങനെ കിടന്നു. ഒടുവിൽ കടൽ ഭിത്തി വന്നപ്പോഴാണ് തോമസാറ് പട്ടയൊക്കെ ഉണ്ടാക്കി ഇത് അയാളുടെ സ്വന്തമാക്കിയത്. അതിനു മുമ്പത്തെ ഫ്രെഡിന്നും റോസെന്നൊക്കെ പറയുന്ന ആളുകളെ കുറിച്ച് എനിക്ക് യാതൊരു അറിവുമില്ല. ഇവിടെ നിന്ന് പോയവരാരും ഇതുവരെ തിരിച്ചു വന്നിട്ടുമില്ല. അന്ന് അവിടെ വന്നിരുന്ന അച്ഛൻ പിന്നെ അധികാരം ഇവിടെ നിന്നില്ല. അച്ഛൻ ഇത് പലരോടും പറഞ്ഞു തുടങ്ങിയപ്പോൾ തോമസ് സാർ സ്ഥലം മാറ്റിയെന്ന പറച്ചില്. പിന്നെ കപ്പ്യാര് മാറിയിട്ടില്ല, അതേ ആളെന്നെ. ആളെ പോയി കണ്ട നിങ്ങൾക്ക് ചിലപ്പോൾ എന്തെങ്കിലും അറിയാൻ സാധിക്കും. അന്ന് ആ വീട്ടിൽ നടന്ന സംഭവത്തിന് ശേഷം അച്ഛൻ രൂപതയിലൊക്കെ ചെന്നിട്ട് ഇതിനൊക്കെ പറ്റി സംസാരിച്ചിരുന്നു. പക്ഷേ ആ തോമസ് മലയാളി ഇടപെട്ട് അച്ഛൻ്റെ വേഗം ഇവിടുന്ന് സ്ഥലം മാറ്റി. അങ്ങേരി അവിടെ കൈക്കൂലിയൊക്കെ കൊടുത്തിട്ടാണ് ആ വസ്തു സ്വന്തം പേരിലാക്കിയത്. ചിലപ്പോൾ അതിൻ്റെ പേടിയുണ്ടായിരിക്കും. ഇനിയിപ്പോൾ അന്നത്തെ ശവസംസ്കാരത്തിൻ്റെ കാര്യങ്ങളൊക്കെ ആരോടെ ഇപ്പോൾ ഒന്ന് ചോദിക്കാം. ആ പീറ്ററേട്ടൻ അന്ന് ശവങ്ങൾ അടക്കിയിരുന്ന സമയത്തുണ്ടായിരുന്ന കപ്പ്യാര. ആൾക്ക് ചിലപ്പോൾ നിങ്ങളെ സഹായിക്കാൻ പറ്റും. തോമസിൻ്റെ വീടിൻ്റെ ഇടത് ഭാഗം, അവിടുത്തെ ഒഴിഞ്ഞിടങ്ങൾ. ആ സ്ഥലത്തിനൊരു ചരിത്രമുണ്ട്. 70-ൽക്കിടയില. അന്ന് 50-ൻ്റെ ചെറുപ്പം എനിക്ക്. അന്നൊക്കെ എല്ലാവരും ഭയപ്പെട്ടിരുന്നൊരു അസുഖമായിരുന്നു കോളറ. എല്ലായിടത്തും പിടിച്ച പോലെ ഈ നാട്ടിൽ അസുഖം പടർന്നു പിടിച്ചു. അന്നത്തെ അച്ഛൻ ഫാദർ ഫ്രാൻസിസ് ആയിരുന്നു. റോമിലൊക്കെ പോയി പഠിച്ച ഒരാൾ. ഒരുപാട് പേരെ ഒന്നിച്ചടക്കിയതിൻ്റെ അടുത്താണ് നിങ്ങൾ ഈ പറയുന്ന വീട്. അന്ന് ആ ദുരന്തത്തിന് ശേഷം പിന്നെ അവിടെ ആരും അടക്കിയിട്ടില്ല. മരിച്ചവരുടെ കൂട്ടത്തിൽ ഫ്രെഡി ഉണ്ടായിരുന്നോ റോസ് ഉണ്ടായിരുന്നോ എന്ന് ആർക്കറിയാം. കാലം കുറേ ആയില്ലേ. നീ കയറ്.